ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ഒരു ക്യുക്ക് ഓർഗനൈസിങ്ങും ഒരു ക്ലീനിങ്ങും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. ആൻഡ് ഇപ്പോൾ സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് ഓർഗനൈസിങ് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതോ ക്ലീനിങ് ചെയ്യുന്നതോ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു വ്ളോഗ് ഇത് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ 2 days ഒക്കെ എടുത്തിട്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ റൂം മേക്ക് ഓവറും ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതിന് വല്ലാണ്ടൊന്നും ചെയ്യുന്നില്ല. എന്നാലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ മിസ്സായിട്ടൊക്കെ എടുക്കുന്നത്. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ റൂം മേക്ക് ഓവർ ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ ഈ ഒരു വാർഡ്രോബ് ഉണ്ടല്ലോ, ഇത് കാണിച്ചു തന്നിട്ടില്ല. ജസ്റ്റ് ചെറുതായി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക ഉള്ളൊന്നും ഞാൻ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഫ്രീ ആയിട്ട് നല്ല രീതിക്ക് കാണിച്ചു തന്നിട്ടില്ല. സോ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സും ആകെ മിസ്സായിട്ട് കിട്ടുന്നത്. ഇപ്പം കുറച്ച് ചെറുതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പണിയുണ്ട്. അപ്പം ഞാൻ ഇതാണെന്ന് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സസൊക്കെ ഇവിടെ എന്താ പറയുക ബെഡിൽ ആകെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതുപോലെ തന്നെ റൂം ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും, ഒരു എന്താ പറയുക ഒരു കളർ ഷെൽഫ് കാണുന്നുണ്ടാവും. അതൊന്നും ഞങ്ങൾക്ക് ഡീറ്റെയിൽ കാണിച്ചു തന്നിട്ടില്ല. അതിലെന്താണെന്ന് വെച്ചാൽ അതിൽ ഫുള്ള് എൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസാണ്. ഫുള്ള് ആകെ മെസ്സാണ്. അതൊന്നും കാണിക്കാൻ പറ്റുന്ന പോലെയല്ല, ആകെ ഫുൾ മെസ്സായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓർഗനൈസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഡ്രസ്സൊക്കെ ഞാൻ അതുപോലെ എൻ്റെത് ഇങ്ങനെ വരുന്നില്ല, ഞാനിങ്ങനെ മടക്കി മടക്കി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് ടോപ്സും ഷർട്ട്സൊക്കെ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ പാർട്ടി വെയേഴ്സാണ് ഇരിക്കുന്നത്. ആൻഡ് പാർട്ടി വെയേഴ്സൊക്കെ മടക്കി വെച്ചിട്ടൊന്നുമില്ല, ആകെ മെസ്സായിട്ട് എടുക്കുന്നത്. ഇവിടെ പിന്നെ ഫാൻസി മേക്കപ്പ് അങ്ങനെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ. ആൻഡ് ഇവിടെ ജീൻസ് ഉണ്ട്, പിന്നെ ഷോർട്ട് ടോപ്സ്. ഇങ്ങനത്തെ ഷോർട്ട് ടോപ്സ് അല്ല, വേറെ ടൈപ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അടിയിൽ എന്താ അടിയിലിൻ്റെ ബാഗ്സ് ഉണ്ട്. പിന്നെ ബാഗ് അല്ലാണ്ട് വേറെ എന്തോ കവർ കാണാൻ പറ്റും, കാണുന്നില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം. അടിയിൽ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ഹീറ്റർ ഞാൻ കാണിച്ചു തരാം. ഹീറ്റർ അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ അടിയിൽ വേറെ എന്തൊക്കെ കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രെയിംസൊക്കെ എന്താ പറയുക ഗിഫ്റ്റ് കിട്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രെയിംസിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഓരോ ബർത്ത്ഡേക്കും ഓരോരുത്തർ തരുന്ന ഫ്രെയിമൊക്കെ. അപ്പോൾ എല്ലാം പാടെ നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ആൻഡ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാണ് ഷർട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനത്തെ ഒരു ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പാർട്ടി വെയേഴ്സൊന്നും ഞാൻ മടക്കി വെച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ആകെ ഫുൾ മെസ്സായിട്ട് കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്താ പറയുക കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇതിലുള്ളത്. കണ്ടോ, എന്തൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ. പെർഫ്യൂംസും അതുപോലെ തന്നെ ജ്വല്ലറി അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഞാൻ ഒരുവിധമുള്ള എല്ലാ വേസ്റ്റ് ഐറ്റംസൊക്കെ ഇതിലിടും. ഇപ്പം ഞാനിതിൽ മറ്റേ സ്ട്രെയിറ്റ്നറും അതുപോലെ ഹീറ്റർ അങ്ങനെ 1-2 ഐറ്റംസും പിന്നെ ചാർജറിൻ്റെ ബോക്സൊക്കെ ആണ് ഇതിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ഹെൽപ്ഫുൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഞാനൊരു ഓർഗനൈസർ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ജ്വല്ലറീസൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ബോർഡാണ്, ഫോം ബോർഡാണ്. അപ്പോൾ ഈ ഫോം ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനാണ്. അതിൻ്റെ സൈഡിൽ ഞാൻ പിക്ചർ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. സൈഡിൽ ഞാനൊരു പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പിക്ചർ. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നടക്കൂല, അതിന് ടൈമില്ല എനിക്ക്. അപ്പോൾ അതിനെന്തായാലും കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയാണ് നോർമൽ ഡ്രസ്സസൊക്കെ. പിന്നെ അടിയിൽ ബാഗ് ഉണ്ട്. ബാഗ് അല്ലാണ്ട് എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ടെഡി ഉണ്ട് കേട്ടോ, കുറച്ച് മുന്നേ ഇപ്പോൾ കൊണ്ടാണ്. പിന്നെ ഈ സാധനം നോക്കണ്ട, ഇത് ഞാനേ ഒരു കാർഡ്ബോർഡിൻ്റെ എന്തോ ഒരു പീസാണ്. ഇതുപോലെ ഓർഗനൈസർ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിരുന്നു. നമ്പറിൻ്റെ എന്തോ വർക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഞാൻ ആക്കിയതാണ്. ഇതൊരു കാർഡ്ബോർഡ് പോലത്തെ സംഭവമാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് ഓർഗനൈസർ ആക്കാമെന്ന് വിചാരിച്ച് വെച്ചാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് ആവശ്യമില്ല, ഞാൻ ഫോം ബോർഡ് വെച്ചിട്ടാണ് ആക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ബെഡ് നമുക്ക് ആകെ മെസ്സായിട്ട് കിടക്കുന്നത്. കുറേ ഡ്രസ്സും
കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, സെറ്റാക്കണം. അപ്പോൾ ഇത്രയാണ് ഗൈസ് എൻ്റെ ഈ ഒരു കബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സും എല്ലാ ഐറ്റംസും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവാറ്. പിന്നെ ആ ഒരു ഏരിയ കണ്ടോ, അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. അതൊക്കെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വെക്കുന്നതാണ് കേട്ടോ. ആ ഒരു ഇതൊക്കെ അടിയിൽക്ക് ഇതങ്ങനെ കണ്ടതുപോലെ ആണ് സംഭവം വരുന്നത്. അതിൻ്റെ മേലെ എന്തൊക്കെയോ ഫ്രെയിമും കാര്യങ്ങളും ഫ്ലവേഴ്സും എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഇതാണ് റൂമിൻ്റെ ഒരു കോലം. ഓക്കെ, അപ്പം ഇനി ഇത് ഞാൻ എന്തായാലും പാർട്ടി വെയേഴ്സൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് മടക്കി വെക്കട്ടെ. ഓക്കെ, സോ പാർട്ടി വെയേഴ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ഇതിൽ പാർട്ടി വെയേഴ്സ് മാത്രമല്ല, എന്താ പറയുക, ഇത് ഒരു പിനാഫോർ സെറ്റാണ്. അതുപോലെ വേറെ ഒന്നുണ്ട് ബർത്ത്ഡേക്ക് എടുത്തത്. പിന്നെ 1-2 സൽവാറും കൂടി ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ 1-2 അങ്ങനെ ഉണ്ട്. ബാക്കിയൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും എല്ലാതും ഉണ്ടാകാറില്ല. പാർട്ടി വെയേഴ്സ് ഇത്ര ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് അടുപ്പിച്ചിട്ട് എന്താ പറയുക, കസിൻസിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, തലേ ദിവസം ഇടാൻ, കല്യാണത്തിൻ്റെ അന്ന്, റിസപ്ഷൻ്റെ അന്ന്, അങ്ങനെ കുറേ ഇട്ട് അങ്ങനത്തെ പാർട്ടി വെയേഴ്സൊക്കെ ഉണ്ട്. ആൻഡ് അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയും സെറ്റാക്കാനുള്ളത്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സിലാണെങ്കിലും നോർമൽ ഇങ്ങനത്തെ ഈ അടിയിലുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ഗൗൺ ഉണ്ട്. പിന്നെ നമ്മൾ ഈ നീ ലെങ്ത് വരുന്ന ടോപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഷേപ്പ് ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഷേപ്പ് ചെയ്യാനും കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താ പറയുക, ഇപ്പം എൻ്റെ ഒരു കബോർഡ് ഇങ്ങനെയാണ് ഉള്ളത്. സോ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഡ്രസ് കളക്ഷൻസൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. എൻ്റെ ഈ ഒരു ബിസി ഷെഡ്യൂളൊന്ന് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓർഗനൈസിങ്, ക്ലീനിങ് ഒക്കെ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് അതും ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ 2 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് കുറച്ച് എക്കോ പോലെ ഉണ്ടാവും. ആൻഡ് ഇവിടെ കുറച്ച് എക്കോ ഉണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ കുറച്ച് എക്കോ തോന്നും നിങ്ങൾക്ക്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു ഈ പാക്കേജസ് കിട്ടാൻ. ആൻഡ് ഞാൻ ഓർഡർ ചെയ്തതിൽ ഇപ്പോൾ 2 എത്തിയിട്ടുള്ളൂ. ഇനിയും സാധനങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ചെറിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. 2 ഉണ്ട്. ചെറുത് നോക്കാം. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് മാത്രമല്ല, കുറച്ച് പേടിയുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ മീഷോയിൽ ജ്വല്ലറീസ് മേടിക്കണത്. ആൻഡ് ജ്വല്ലറീസ് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതെന്തേനു, ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറച്ച് ടെൻഷനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആൻറ്റി ടെർണിഷ് ജ്വല്ലറീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ ഇൻസ്റ്റയിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറ്. മീഷോയിൽ ഫസ്റ്റ് ടൈമാണ് ജ്വല്ലറീസ് മേടിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എനിക്ക് കുറച്ച് ടെൻഷനും ഉണ്ട്. പിന്നെ മൈ ഗോഡ് ഗായ്സ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൻറ്റി ടെർണിഷ് ജ്വല്ലറീസ് ആകുമ്പോൾ കളറൊന്നും ഫെയ്ഡ് ആവില്ലല്ലോ. പക്ഷേ ഇതെനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടെൻഷനുണ്ട്. സംഭവം എന്തായാലും കളർ ഫെയ്ഡ് ആവും പെട്ടെന്ന്, തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പോവില്ല, എന്നാലും തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അങ്ങനെ ഓർഡർ ആക്കിയതാണ്. ആൻഡ് റേറ്റും നല്ല അഫോർഡബിൾ ആണ്. ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. സോ പാക്കേജിങ് ഒക്കെ നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ട്.
നല്ലൊരു ഗൈസ്. ഓ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ എത്ര പീസ് ഉണ്ട് എന്ന് ഞാൻ നോക്കില്ല. ഐ തിങ്ക് ഒരു 23 പീസസ് ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. കണ്ടോ? പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് എന്തായാലും കളർ ഫെയ്ഡ് ആവും, അല്ലാണ്ട് ഫെയ്ഡ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ നോർമൽ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് പോലെ തന്നെ ഉണ്ട്. ഓരോന്ന് വീഴാണ്. കാണുമ്പോൾ നമ്മളൊരു കറക്റ്റ് നമ്മൾ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് ഉണ്ടല്ലോ അതുപോലെ ഉണ്ട്. ഇനിയിപ്പോൾ കളർ ഫെയ്ഡ് ആവുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ചില റിങ്സ് മാത്രമാണ് ഇതുപോലെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനത്തെ ടൈപ്പാണ്. ആൻഡ് അതിൽ പിന്നെ സൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. ഞാൻ കുറച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം ലൂസാണ്. ഫസ്റ്റ് റിങ് ഇതാ ഇങ്ങനത്തെ ഒന്നാണ്. വലിയ ലൂസില്ല എന്നാൽ കുഴപ്പമില്ല, അങ്ങനത്തെ ടൈപ്പ്. ഇതുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനത്തെ വലിയ ടൈപ്പ് ഉണ്ടല്ലോ, പക്ഷെ കുഴപ്പമില്ല, ഇട്ടിട്ട് കാണാൻ രസമൊക്കെ ഉണ്ട്. ഐസ് ഇങ്ങനെയാണ് റിങ്സ് വരുന്നത്. കാണുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ ഈ ഫിംഗേഴ്സിൽ ഇട്ടൊക്കെ. ഓക്കെ. പിന്നെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനത്തെ ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലത് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കുറച്ചൊക്കെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള റിങ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. പ്ലെയിൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അങ്ങനത്തെ ഒരേപോലത്തെ 2 അങ്ങനെയൊക്കെ ഉണ്ട്. ടോട്ടല് 23 പീസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്തായാലും നമ്മളെ റേറ്റ് വരുന്നത് 200 ബിലോ ആണ്. എന്തായാലും ആ എമൗണ്ടിന് വേർത്താണ് കേട്ടോ. പിന്നെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കളർ പോകുന്നുണ്ടാവും, അതെന്തായാലും ഉറപ്പാണ്. ഡെയിലി യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ കളർ പോകുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ്. സോ ഇതെന്തായാലും എനിക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ട് കളക്ഷൻ. എന്താ പറയുക, അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒരു പിൻട്രസ്റ്റി വൈബൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ അധികം റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. റിങ്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ റിങ്സ് ഒന്നും അങ്ങനെ ഓവറായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനിപ്പോൾ 23 പീസസ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഈ ബോക്സിലായിരിക്കും റിങ് എന്നാണ്, പക്ഷെ ഈ ബോക്സിൽ റിങ് അല്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. എന്താ നിങ്ങൾ കണ്ടുനോക്കിട്ടോ. പക്ഷെ ചെറിയ സാധനമാണ്, ഇതിന് എത്ര വലിയ ബോക്സ് ഉള്ളപ്പോൾ ഞാൻ ആലോചിക്കുന്നു. ഇതൊക്കെ നല്ല പേടിയുണ്ട്, കാരണം റിങ് പോലെ അല്ല. വേണോ വേണ്ടേ എന്നുള്ള ഒരു മൈൻഡിൽ, 2 മൈൻഡിലാണ് ഞാനിത് ഓർഡർ ആക്കിയത്. സോ എന്താ സമയം കാണിച്ചു തരാം. കവർ മാത്രമേ ഉള്ളൂ. ബബിൾസ്. ഇത് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരുള്ള ആരെങ്കിലും, എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതെന്താണെന്ന് വെച്ചാൽ ബാംഗിൾസ് ആണ്. അപ്പോൾ ബാംഗിൾസ് ഞാനങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ ഇത് ഞാൻ വാച്ചിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഓക്കെ. അയ്യോ വലുതാണോ, ഓ മൈ ഗോഡ്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്. വാച്ചിൻ്റെ ഒപ്പം പെയർ ചെയ്യാം. ഒന്ന് ഈ ഒരു ടൈപ്പ് എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ആയി തോന്നുന്നു. അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം. അതിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഇഷ്ടമായില്ല, ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നത്. പക്ഷേ അതിൽ കൂടെ ഉള്ളതാണ്, എന്നാൽ കുഴപ്പമില്ല, ഇട്ട് നോക്കി നോക്കാം എന്നൊരു മൈൻഡ്.
സോ ഗൈസ്, ഇതൊക്കെയാണ് ബാംഗിൾസ് വരുന്നത്. ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, സ്റ്റോണിൻ്റെ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഒന്ന് ഇതുപോലെ ഒരു ഹേർട്ട് ഷേപ്പിൽ വരുന്നതാണ്, ആൻഡ് സെക്കൻഡ് ഇതുപോലെ സ്റ്റോൺ വർക്കിലൊരു സ്റ്റാറും അതുപോലെ മൂൺ വരുന്ന ടൈപ്പ്, ആൻഡ് ഒന്ന് ഇതുപോലെ സ്റ്റാർ, പിന്നെ ഒന്ന് ഈ ഒരു സ്റ്റോൺ, ഇങ്ങനെ 4 വരുന്നത്. ഇതും ബിലോ 200 തന്നെയാണ്, വലിയ റേറ്റ് ഒന്നുമില്ല. ഓക്കെ, അഫോർഡബിൾ തന്നെയാണ്. അപ്പോൾ ഞാനിത് മേടിച്ചെന്താണെന്ന് വെച്ചാൽ വാച്ചിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് യൂസ് ചെയ്യുക, സിംഗിളായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. ബാംഗിൾസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. ഞാനങ്ങനെ ഇടാറില്ല, എത്ര മേടിച്ചു വെച്ചാലും അങ്ങനെ എടുത്തു വെക്കും. ആൻഡ് ഇതിപ്പോൾ ഞാൻ മേടിക്കാനൊരു റീസൺ ഉണ്ട് ഗൈസ്, അപ്പോൾ റീസണൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ. ഓക്കെ, കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പം ഇനിയും സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ എത്തിയിട്ട് ഞാൻ വേറെ വീട്ടിൽ കാണിക്കാം. സംഭവം ഞാൻ എല്ലാതും ഒരുമിച്ച് ഓർഡർ ആക്കിയതായിരുന്നു, പക്ഷെ എത്തിയത് രണ്ടായിട്ടാണ്. ഇതും ആ റിങ്ങിൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ എന്തായാലും കളർ ഫെയ്ഡാവും, ബട്ട് എന്തായാലും രണ്ടും വേർത്താണ്. ഈ ഒരു എമൗണ്ടിന് രണ്ടും എന്തായാലും വേർത്താണ് കേട്ടോ. കാരണം നമുക്കൊരു ബിലോ 200 എന്തായാലും ഇത്രയും സെറ്റ് റിങ്സ് കിട്ടൂല. നമുക്കിപ്പോൾ ആൻറ്റി ഡെനിഷ് ജ്വല്ലറീസ് എടുക്കാന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു റിങ് കിട്ടണമെങ്കിൽ എന്തായാലും 200 എബോവ് വേണ്ടി വരും ഒരൊറ്റ റിങ് കിട്ടാൻ. അപ്പം അതിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 23 പീസസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ആൾക്കാർ മേടിച്ചിട്ട് കളർ പോയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യായിരുന്നാൽ മതി, ഇങ്ങനെ വെള്ളം തട്ടിക്ക് അങ്ങനെ ചെയ്യായിരുന്നാൽ മതി. ഡെയിലി യൂസ് ചെയ്യാണ്ടിരുന്നാൽ എന്തായാലും കുറച്ച് കാലമെങ്കിലും നിൽക്കും. അപ്പം എന്തായാലും നല്ല സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു അൺബോക്സിങ്. ഇനിയിപ്പോൾ ബാക്കി പ്രൊഡക്ട്സ് വെച്ചിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആൻഡ് സെയിം ഡ്രസ്സ് ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത്, അന്നിട്ട സെയിം ഡ്രസ്സ് തന്നെയല്ലോ ഇന്നെന്നുള്ളത്. അപ്പോൾ അവിടുന്ന് 2 days കഴിഞ്ഞിട്ടാണോ ഈ ഒരു വീഡിയോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ ജ്വല്ലറി ഓർഗനൈസറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അത് മേക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഫോം ബോർഡ് ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിൽ നമ്മളിഷ്ടമുള്ള പോലെ ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഞാൻ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇത് അത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഒരു ഷെൽഫ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അതിനിപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ല, അത് കുറച്ച് അത്യാവശ്യം ചെയ്യാനുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ഇതുപോലെ ഒരു
റിങ്സും അതുപോലെ തന്നെ ഒരു ബാംഗിൾസും മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഒരു മേക്കപ്പ് പൗച്ചസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതന്ന് കിട്ടിയില്ല, പിന്നെ പിറ്റേ ദിവസമാക്കിയാണ് അത് കിട്ടിയത്. സോ ഞാനത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പൗച്ചസ്. ആൻഡ് ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മേക്കപ്പ് ബാഗ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരുന്നത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പിങ്ക് കളർ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ട്. പക്ഷെ ബ്ലൂ എനിക്ക് ഇഷ്ടമായില്ല. ബ്ലാക്കിൻ്റെ ആണെങ്കിലും റിവ്യൂവും കാര്യങ്ങളും നല്ലതല്ല. സോ പിങ്കാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത്. അപ്പോൾ ഇതിൽ 3 പീസസ് ആണ് വരുന്നത്. ഒന്ന് ഇതാ ഈ ഒരു വലുത്, പിന്നെ അതിൻ്റെ ഒരു മീഡിയം സൈസ്, പിന്നെ സ്മോൾ സൈസ്, അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇതൊന്നും ഇത്ര വലിപ്പം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വാഷ് ബേസിൻ്റെ ആണ് കണ്ടോ, ഇതുപോലെ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വലുതാണ്. അത്രയ്ക്ക് വലുതാവെന്ന് വിചാരിച്ചില്ല. ആക്ച്വലി എനിക്ക് ഇത്ര വലുത് ആവശ്യമില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കിങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെയാണ്. മെയിനായിട്ട് ഞാൻ ട്രാവൽ ചെയ്യാനുള്ള ഒരു ആവശ്യത്തിനാണ് ഇത് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബിഗ് സൈസാണ്. ആൻഡ് സെക്കൻഡ് വരുന്നത് ഈ ഒരു സൈസ്. ഇതെനിക്ക് കറക്റ്റായിട്ട് തോന്നി. നമുക്ക് കറക്റ്റ് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ എന്തായാലും കറക്റ്റ് ആയിരിക്കും. ആൻഡ് ഇതിനൊരു ഇങ്ങനെ ഹാങ്ങിങ് വരുന്നത് ഇങ്ങനത്തെ സൈഡിലാണ് ഇതുപോലെ വരുന്നത്. ഓക്കെ, ഞാൻ ഉള്ളിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ട്. ആൻഡ് തേർഡ് വരുന്നത് ഒരു സ്മോൾ സൈസിലാണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, കാണാൻ നല്ല രസമില്ലേ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാൻ കുറേ ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കണം, പക്ഷേ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊരു മസ്റ്റ് ഹാവ് തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേക്കപ്പിൻ്റെ ഐറ്റംസ്, അതുപോലെ സ്കിൻ കെയർ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു മേക്കപ്പ് പൗച്ച്. ഇത് ഞാൻ ഫസ്റ്റ് കുറേ മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. നമുക്ക് ബ്രഷസും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കാം. ആൻഡ് ഇതുപോലെ ഒരു ഇതും വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിത് എത്ര ഓർഗനൈസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇതുപോലെ കോസ്മെറ്റിക്സ് ഇവിടെ വെച്ച്, പിന്നെ ഇവിടെ കുറച്ച് ബ്രഷസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സിബൊക്കെ അടിച്ച് പൂട്ടി സെറ്റാക്കിയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചു കൊടുത്തായിരിക്കില്ല, ഫുൾ മിക്സ്ഡ് ആയിട്ട് ഫുൾ മെസ്സി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര മെസ്സേ കാണുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. ഓക്കെ, ഇതും യൂസ്ഫുൾ ആണ്. പിന്നെ കുറച്ചിങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓർഡർ ആക്കിയത്. കുറച്ചിങ്ങനെ ബോക്സ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ എന്താ പറയുക, ഒരു ക്ലോത്തിൻ്റെ ടൈപ്പാണ് സാധനം. ആൻഡ് ഇത് നല്ലതാണ്, ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടാണ് സാധനം, സെറ്റാണ്. ഞാൻ തന്നെ യൂസ് ചെയ്യാറ്. അതിപ്പോൾ ഞാൻ ഒരു ട്രാവൽ ഫ്രണ്ട്ലി പോലെ അങ്ങനെ മേടിച്ചതാണ്. ഞാനൊരു വേറെ സാധനം മേടിച്ചിട്ടുണ്ട്, ടിഷ്യൂ. ഇത് എനിക്ക് മസ്റ്റാണ്. ഞാൻ ടിഷ്യൂ കഴിയുന്നോറും എന്താ പറയുക റീസ്റ്റോക്ക് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. കാരണം ക്ലോത്തൊക്കെ വെച്ചിട്ട് കളയുന്നതിനേക്കാളും വെറ്റ് വൈപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ടിഷ്യൂ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ കുറച്ചായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട്, ടിഷ്യൂ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇത് നമുക്ക് കണ്ടോ, അതിൻ്റെ ബാക്കിൽ കണ്ട് ഇതുപോലൊരു ടോപ്പ് ഉണ്ട്. ഇതിന് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക, അങ്ങനെ ചെയ്യാറ്. ഓക്കെ, അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാലിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ടിഷ്യൂ ഇതുപോലെ ബോക്സ് മേടിച്ചു. ആൻഡ് അതൊന്ന് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ എപ്പോഴും നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ടിഷ്യൂ നമ്മൾ ടിഷ്യൂ ഇവിടെ മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ബോക്സിൽ നിന്ന് മാറ്റിയിട്ട് നേരെ ഈ ബോക്സിലേക്ക് റീഫിൽ ചെയ്യാറ്. കണ്ടോ, ഓക്കെ. ഇത് ഉപ്പ കുറച്ച് മുന്നേ ഇതുപോലെ ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. ദുബായിൽ നിന്ന് കൊടുത്തിട്ടുള്ളേനു. കുറേ അതിലെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗസ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക
സംഭവം വരുന്നത്. ഗൈസ്, ഞാൻ എൻ്റെ ഷെൽഫ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടോപ്സൊക്കെ ഇവിടെ ഉള്ളത്. ആൻഡ് ഈ ഒരു ഇതിലായിട്ടാണ് ജ്വല്ലറീസൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് ജ്വല്ലറീസൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത്. ആൻഡ് ഇവിടെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ജ്വല്ലറി ബോക്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതും ഞാൻ ജസ്റ്റ് ഓർഗനൈസ് ആക്കിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്നും സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ. ഇനി ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടാവും. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചളി പിടിച്ച പോലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വാൾപേപ്പേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റിക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ പാർട്ടികൾസൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് അപ്പോൾ ഇതാണ് ഷെൽഫിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ടേബിളും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഒരു ഡീപ്പ് ക്ലീനിങ് ഒരു ചെറിയ രീതിക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം 11 മണിയാണ്, രാത്രി 11 മണിയാണ് ഇപ്പോൾ സമയം. കാരണം ഞാനിത് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത്. ഓക്കെ, ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, ലെങ്ത്ത് കുറവായിരിക്കും മേ ബി. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ആക്കുക, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.